ഒരു ധവളപത്രം ഗവൺമെന്റ് പുറത്തിറക്കണം. എന്താ ധവളപത്രത്തിൽ വേണ്ടത്? ഒരു വർഷത്തിൽ മദ്യത്തിലൂടെ ലഭിക്കുന്ന വരുമാനം എത്രയുണ്ട്? എനിക്ക് കൃത്യമായ കണക്കുണ്ടല്ലോ അല്ലെ? വിഷു ഓണമൊക്കെ കഴിയുമ്പോൾ അതിനെ കണക്ക് വരാറുണ്ട്. ആ കണക്ക് കൃത്യമായിട്ട് എടുക്കുക. എന്നിട്ട് ആ വർഷം മദ്യത്തിന്റെ കാരണത്താൽ നടന്ന കൊലപാതകങ്ങൾ, ലഹരിയുടെ കാരണത്താൽ നടന്നിരിക്കുന്ന കുഴപ്പങ്ങൾ, ലഹരിയുടെ കാരണത്താൽ നടന്ന മോഷണങ്ങൾ, ലഹരിയുടെ കാരണത്താൽ ഉണ്ടായ റോഡപകടങ്ങൾ, ഇങ്ങനെ തുടങ്ങി അതുപോലെ രോഗങ്ങൾ, അസുഖങ്ങൾ, ചികിത്സകൾ, അതിന് ഈ സാധുക്കളായ ആളുകൾ തന്റെ പാൻക്രിയാസ് അടിച്ചുപോയി, തന്റെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടി എത്രയോ ലക്ഷങ്ങളാണ് ഹോസ്പിറ്റലുകളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മൊത്തം കൂട്ടി നോക്കുക. അതിന്റെ ഒക്കെ പുറമെ ഓരോ വീട്ടിലുമുള്ള സഹോദരിമാരുടെ കണ്ണുനീര് നിങ്ങൾ നോക്കുക. ഇതിന്റെ ഒക്കെ ഒരു ധവളപത്രം പുറത്തിറങ്ങിയിട്ട് ഈ വരുമാനമാണോ മുന്നിൽ നിൽക്കുന്നത്, ഈ കെടുതികളാണോ മുന്നിൽ നിൽക്കുന്നത് എന്ന് നമ്മളൊന്ന് പഠിക്കണം. അതിനുള്ള ധൈര്യം നമ്മുടെ സർക്കാരുകൾ കാണിക്കണം. അതിന് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ ഇവിടെയുള്ള മീഡിയകൾക്കാകണം. അതുപോലെ തന്നെ അത് വിളിച്ചു പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ബോധം ഇവിടെയുള്ള സാമൂഹ്യ നിരീക്ഷകന്മാർക്കുണ്ടാകണം. അതിനുള്ള ഇച്ഛാശക്തി ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാകണം. അങ്ങനെ ഒരു ധവളപത്രം വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഈ മദ്യം കൊണ്ട് നമുക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാകുന്നത്